മാസപ്പടി കേസിൽ യഥാർത്ഥ പ്രതി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെന്ന് ബിജെപി നേതാവ് ഷോൺ ജോർജ്. വീണാറ്റി ഒരു ഇടനിലക്കാരി മാത്രമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കേസിൽ വിജിലൻസ് അന്വേഷണമോ സിബിഐ അന്വേഷണമോ വന്നാൽ പിണറായി വിജയൻ പ്രതിയാകുമെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎയും പ്രതികരിച്ചു. വലിയ അഴിമതിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഈ കോടതി വിധിയിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. നീതി നടപ്പിലായി എന്ന് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളായിരിക്കുന്ന ഒരു വ്യക്തി എന്നുമ്പോ പറഞ്ഞ പോലെ ഒരു കാരണവശാലും സർക്കാരിന് അവരുടെ പങ്കാളിത്തമുള്ള ഒരു വ്യവസായ സ്ഥാപനവുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അത് നിയമമാണ്. അത് ചെയ്തു, അത് പോട്ടെ. പക്ഷേ അതിൽ ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമല്ലേ അഴിമതി. ഇതിനകത്ത് എല്ലാവരും വീണ എന്ന് പറയുന്നില്ല. ഇത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയനാണ് പ്രതി. വീണ ഇതിനകത്ത് ഒരു ഇടനിലക്കാരി മാത്രമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ED അന്വേഷണത്തിന് പിന്നാലെ ഒന്നുകിൽ CBI അന്വേഷണം ഉണ്ടാകും, അതല്ലെങ്കിൽ UDF സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന വിജിലൻസ് അന്വേഷണം വീണ്ടും വരും. കാരണം ഇതിൽ ആത്യന്തികമായി അന്വേഷിക്കപ്പെടേണ്ടത് ഇതിലെ അഴിമതിയാണ്. ആ അഴിമതി അന്വേഷിക്കാൻ കഴിയുന്നത് 2 ഏജൻസികൾക്കാണ്. ഒന്നുകിൽ സംസ്ഥാന വിജിലൻസ് അല്ലെങ്കിൽ കേന്ദ്ര CBI. ഇവരിൽ ആരെങ്കിലും സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അവർ സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരികയും നിങ്ങൾ കുറ്റാരോപിതനാകുന്ന നിങ്ങൾ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.